ആയിക്കോട്ടെ, ഇൻഷാല്ലാ, ആയിക്കോട്ടെ. അത് ഈ സീസൺ വരുമ്പോൾ മാത്രം വരുന്നൊരു ചോദ്യം ആയിക്കാരം. ഈ മഴക്കാലത്ത് നാളികേരം ഒഴുകി വരുന്ന പിടിക്കുന്നവരും വിൽക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇസ്ലാമിക നിയമം എന്താന്നുള്ളത് ആണ് ചോദിച്ചത്. പുഴയിലൂടെയും മറ്റും ഒഴുകി വരുന്ന വസ്തുക്കൾ, നാളികേരമാവട്ടെ മരത്തടികളാവട്ടെ ഏതുമാവട്ടെ, അതൊക്കെ വീണു കിട്ടിയ വസ്തുവിൻ്റെ ആ വിധിയിലാണ് പെടുക എന്നുള്ളതാണ് കിതാബിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വീണ് കിട്ടിയ വസ്തു എന്താണ് ചെയ്യേണ്ടത്? അത് നമ്മൾ ഉടമപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് പരസ്യം ചെയ്യണം. നിസാര വസ്തുവാണെങ്കിൽ പരസ്യം ചെയ്യാൻ പോലും വലിയ ബോർഡ് വെച്ച് പരസ്യം ചെയ്യണം എന്നല്ല പറയുന്നത്. അതിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് അതിൻ്റെ കാലികമായിട്ട് ഏത് രൂപത്തിലാണ് പരസ്യം ചെയ്യുന്നത് ആ രൂപത്തിൽ പരസ്യം ചെയ്യണം. നല്ല വാല്യൂ ഉള്ള വിലപിടിപ്പുള്ള വസ്തുവാണെങ്കിൽ വാട്സപ്പിലും മറ്റുമൊക്കെ നമുക്ക് പറ്റാവുന്ന പോലത്തിൽ ആ സാധനം എവിടുന്നാണ് വരാൻ സാധ്യതയുള്ള ആ ഭാഗങ്ങളിലൊക്കെ അതിൻ്റെ പരസ്യം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇന്ന വസ്തു കിട്ടിയിട്ടുണ്ട്, ഉടമസ്ഥൻ തെളിവ് സഹിതം വരികയാണെങ്കിൽ തിരിച്ചു തരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കഴിയുന്നതുപോലെ പരസ്യം ചെയ്യാം. എന്നിട്ട് പരസ്യം ചെയ്തിട്ടൊന്നും ആളെ കിട്ടിയിട്ടില്ല എങ്കിൽ അത് നമ്മൾ ഉടമപ്പെടുത്തണം. അങ്ങനെ ഉടമപ്പെടുത്തിയതിന് ശേഷം കുറച്ച് കാലം കഴിഞ്ഞിട്ട് അതിൻ്റെ ഉടമ വരികയാണെങ്കിലോ ആ വസ്തു നൽകണം, അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ വില നമ്മൾ നൽകേണ്ടതുണ്ട്. അങ്ങനെയാണ് അതിനെ പറ്റി മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഒരു വസ്തുവിനെ പാഴാക്കണ്ട. ഒരു വസ്തു വെറുതെ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലല്ലോ, ആർക്കും കിട്ടാതെ ഒരു വസ്തു നശിച്ചു പോകാൻ പാടില്ലല്ലോ എന്ന രൂപത്തിലാണ് അത് നമ്മൾ അധികാരപ്പെടുത്തുന്നത്, നമ്മുടെ ഉടമസ്ഥയിലേക്ക് വരുത്തുന്നത്. പിന്നെ യഥാർത്ഥ ഉടമസ്ഥനെ മനസ്സിലാകുമ്പോൾ അവരെ ഏൽപ്പിക്കുകയും വേണമെന്നർത്ഥം. ഇനി ഉടമസ്ഥന് തീരെ വന്നില്ലേ, അത് നമുക്ക് സ്വന്തമായി ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം ഉടമസ്ഥൻ വന്നാൽ അതിൻ്റെ വിലയോ അല്ലെങ്കിൽ ആ വസ്തുവോ തിരിച്ചേൽപ്പിക്കുകയും വേണം.